രാജസ്ഥാനിൽ ഇന്ന് മന്ത്രിസഭാ വികസനം നടക്കും. ഉച്ചകഴിഞ്ഞ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഡൽഹി സർക്കാർ നടത്തുന്ന ആശുപത്രികളിലെയും മൊഹല്ല ക്ലിനിക്കുകളിലെയും മരുന്നുകൾക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് ഡൽഹി ചീഫ് സെക്രട്ടറി, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഈ ആശുപത്രികളിൽ അപസ്മാര ചികിത്സയ്ക്കായി ശുപാർശ ചെയ്യുന്ന സോഡിയം വാൾപ്രോട്ട് എന്ന മരുന്നിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വന ഉൽപ്പന്നങ്ങളുടെ നീക്കം സുഗമമാക്കുന്നതിനുള്ള നാഷണൽ ട്രാൻസിറ്റ് പാസ് സംവിധാനത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് തുടക്കം കുറിച്ചു. ഇതോടെ രാജ്യത്തുടനീളമുള്ള തടി, മുള, മറ്റ് വന ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നീക്കം സുഗമമാക്കും. തമിഴ്നാട്ടിൽ അപകടത്തിൽ 5 ശബരിമല തീർത്ഥാടകർ മരിച്ചു. പുതുക്കോട്ടയിൽ ചായക്കടയിലേക്ക് ലോറി പാഞ്ഞുകയറിയാണ് അപകടം ഉണ്ടായത്. ഒരു സ്ത്രീ അടക്കമുള്ള 5 പേരാണ് മരിച്ചത്. 19 പേർക്ക് പരിക്കേറ്റു. തിരുവള്ളൂർ സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചവരെന്നാണ് വിവരം. ദക്ഷിണ സെൻട്രൽ റെയിൽവേയിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇന്നും ജനുവരി 6-നും നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് ജനുവരി 2-നും 9-നും റദ്ദാക്കി. എറണാകുളം ബരായുനി രപ്തിസാഗർ, ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ, കോർബ കൊച്ചുവേളി, ബിലാസ്പൂർ തിരുനെൽവേലി തുടങ്ങിയ ട്രെയിനുകളും വിവിധ ദിവസങ്ങളിൽ റദ്ദാക്കിയിട്ടുണ്ട്.